മാധവൻ കള്ളനാ, ഈ ഷേക്കിന്റെ സ്വന്തം കള്ളൻ. ഏത് ഷേക്കിന്റെ? ഷാർജ ഷേക്കിന്റെ. എടി ചേക്കിലെ കള്ളനെന്ന് നിനക്കറിയാലോ. മാധവൻ മീശ പിരിച്ചാ എങ്ങനെ ഇരിക്കൂന്ന്? എനിക്കറിയാം, മുകളിലേക്ക് ഇന്നെ പൊങ്ങിയിരിക്കും. പൊങ്ങിയിരിക്കുന്നോ? എടി അതല്ല, ഞാൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ച അവരുടെ വീട്ടിൽ കയറുകയും ചെയ്യും, എന്തെങ്കിലും മുതലെടുത്തോണ്ട് വരികയും ചെയ്യും. പിന്നെ എന്നിട്ടാണല്ലോ ഇന്നലെ കണ്ണെ കണ്ട് മീശ ഇങ്ങനെ പിരിച്ചപ്പോ എന്റെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ നിന്റെ വീട്ടിൽ വരികയും ചെയ്തു, ഉറങ്ങി കിടന്നപ്പോ നിന്റെ അരേന്ന് അരഞ്ഞാണ് കടിച്ചെടുത്തോണ്ട് വരികയും ചെയ്തതാണ്. നോക്കിയേ, എന്റെ അറിഞ്ഞാണല്ല. ഓടി കടിച്ചെടുത്ത് എനിക്കറിയാം, ഇത് നിന്റെ അരഞ്ഞാണം തന്നെ. എന്റെ അറിഞ്ഞാൻ പണയം വെച്ചിക്കാ. പണയം വെച്ചേക്കണോ? അപ്പൊ ഇത് ആരുടെ അരഞ്ഞാണം? ഞാനിപ്പോ അതാ നോക്കുന്നത്. അങ്ങനെ പറയ്, ചുമ്മാ അല്ല അമ്മാമ്മ കിടന്ന് കറിയുന്നത് അറിഞ്ഞാനും കാണുന്നില്ലെന്ന് പറഞ്ഞു. ഇത് അമ്മൂമ്മയുടെ അരഞ്ഞാണോ? രുക്മിണി, നിനക്ക് വേണ്ടി ഞാൻ ഒരു സർപ്രൈസ് കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? നിന്റെ പേര് ഞാൻ എന്റെ നെഞ്ചത്ത് പച്ച കുത്തിയിട്ടുണ്ട്. ശരിക്കും? സത്യം. ഒന്ന് കാണിച്ചു തരോ? നോക്കി, കണ്ടോ രുക്മിണി? ഓ, അവിടുന്ന് രുക്മിണി എന്ന് പറഞ്ഞ രുക്ക് മാത്രമേ ഉള്ളൂ. അല്ല, മണി എവിടെ? എഴുതി വന്നപ്പോ രുക്മിണിയുടെ മണി എന്റെ കഷത്തിന്റെ അടിയിലോട്ട് കേറിപ്പോയി. അയ്യോ, അങ്ങനെട്ട് പിടിക്കരുത്, മണി കിടന്ന് അടിക്കും കഷത്ത്. അല്ല, ഈ നെറ്റിക്കുന്നൊരു പാട് അതെന്തോന്നറിയുമ്പടി, ഞാൻ ഉച്ചക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ പെങ്ങടെ മോൻ വന്ന് ചോദിച്ചു, മാമ ഈ ചന്ദനം എവിടെ ഇടണോന്ന്. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു നെറ്റിയിൽ ഇടണോന്ന്. ഈ കാലം ചേർക്ക് എവിടുന്നാന്ന് അറിഞ്ഞൂടാ ഇത്രയും വലിയൊരു ചന്ദനത്തടി എടുത്തോണ്ട് എന്റെ നെറ്റിക്ക് ഒറ്റ ഇടിയില്. അയ്യോ, 6 ദിവസം ഞാൻ കോമയിലായിരുന്നു. എന്നിട്ട് എന്തോ നേഴ്സുമാര് വന്ന് ഇതുവഴി ഇഞ്ചക്ഷൻ എടുത്തു, കുറെ സ്കാനിങ് ചെയ്തു. ഇന്നലെ റിസൾട്ട് വന്നു. എന്നിട്ട് എന്തായി? ഞാൻ 6 മാസം ഗർഭിണിയെന്ന്. പെണങ്ങല്ലേടാ എന്റെ എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരും തല്ലേ, എന്റെ കാലിലെ കാണാ പാദസ്വരം ഞാനല്ലേ. കേക്കട്ടെന്ന്. അങ്ങനെങ്കിൽ ആ കാലം നമ്മളൊന്ന് കെട്ടിച്ചു വിടട്ടെന്ന്. ഞാനും കൂടട്ടെ ഈ കളിക്കാ? വേണ്ട, ഇത് പിള്ളേര് കളിയാ. നിനക്ക് പിള്ളേര് കളിക്കാനല്ല ചാനൽ ഇത്രയും വലിയ ഫ്ലോർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പച്ചി, അറപ്പച്ചി, അയ്യോ ഈത്തപ്പഴച്ചി, അയ്യോ ഈച്ചിപ്പിച്ചി, പേരെന്തുവാ? എന്താ ഇവിടെ? ഞാൻ ഡ്യൂട്ടിക്ക് വന്നതാ. ഊട്ടി തമിഴ്നാട്ടിലല്ലേ, ഇത് പിള്ളച്ചന്റെ വീടല്ലേ? എടാ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് യൂണിഫോം ഇട്ട് നിൽക്കുമ്പോ ഇതുപോലെ വളിച്ച സാധനമായിട്ട് എന്റെ അടുത്ത് വരരുത്. എന്റെ തലയും കൊണ്ടുപോടാ. ഓ, പേ നോക്കാനായിരിക്കും. ഞാൻ നോക്കാനാ. അയ്യോ അയ്യോ ആന ഓടിക്കോ. അയ്യോ എവിടെടാ ആന? ഇപ്പൊ അവിടെ കേട്ടിട്ട് ചിന്നംവിളി. എടാ, അത് ചിന്നംവിളിയല്ലടാ, നിന്റെ മുടി മുഖം കയറിയപ്പോ ഞാൻ തുമ്മയതാ. എങ്ങനെ? എന്തുവാടാ കത്തുന്നത്? മൂക്കിന്നെ കയറി എന്തുവാ കത്തുന്നത്? സാറേ, എന്റെ ചുണ്ടൊക്കെ വരണ്ട് ഭയങ്കര വല്ലാത്ത അവസ്ഥയിലാ. അയ്യറാ, അത് ശരി. അത് നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞു, ഇനി നമ്മൾ പോയി കാണുമ്പോൾ നിന്റെ മുഖത്ത് മീശ ഉണ്ടാവരുന്നു. വടിച്ചേച്ച് വരണം. ക്ലീശ. അയ്യോ അല്ല, ക്ലീൻ ഷേവ്. എടാ, നീ വന്ന് എന്റെ മുമ്പിൽ നിന്ന് കുനിഞ്ഞിന്നടാ. സാർ എന്നെ എന്തോ ചെയ്യാൻ പോവാ? ചെയ്യാൻ പോകുന്ന കാണിച്ചു തരാം. അയ്യോ, നരഭോജി കടിച്ചങ്ങെടുത്ത്. സാറേ, ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് സാർ എന്തിനാ ഇവിടെ കടിച്ചത്? എടാ, നിന്റെ ശരീരത്ത് ഏറ്റവും കൂടുതൽ മാംസമുള്ളതായിട്ട് തോന്നി എനിക്ക് അവിടെയാ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത്രയുമില്ല. തവണ വരുമ്പോ നീ അതൊന്ന് മെയിൻ്റെനൻസ് ചെയ്യണം. സാർ എന്റെ ചന്തിക്ക് ജഡ്ജ്മെന്റ് പറയാൻ സാർ പോവാൻ നോക്ക്. എടാ, ഞാൻ എവിടെ പോകണമെന്ന് എനിക്കറിയാം. എടാ, നീ ഇന്നലെ എന്താണ് ആ ഒരു പാവപ്പെട്ട വൈകിട്ട് കവലിട്ട് തല്ലിയത്? സാർ, അവൻ എന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചിമ്പാൻസി എന്ന് വിളിച്ചു. സാറേ, എടാ, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിന്നെ ചിമ്പാൻസി എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് 25 വർഷം കഴിഞ്ഞ് ഇന്നലെ എന്തിനാണ് അവിടെ തല്ലിയത്? സാർ, ഇന്നലെ ഞാൻ TV വെച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഈ ചിമ്പാൻസിയെ കാണുന്നത്. ഈ ഒരു വൃത്തികെട്ട രൂപ ഇങ്ങനെ ഇരിക്കണ്. എന്തോ സാർ അടിച്ച? ചിമ്പാൻസിയെ കാണ്ടാമൃത്തെ കണ്ടാ തിരിച്ചറിയാത്ത അവനിട്ടുള്ള അടിയാ ഇത്. ഈ വരുമ്പോ അച്ഛനെ വിളിച്ചോണ്ട് വരണം. എന്റെ ആണോ അവന്റെ ആണോ? ഇത് നിനക്ക്. ഇതെന്തിനാ സാർ? നിന്റെ വളർത്തുകോഷ. നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വാ. ഓ, ഭാഗ്യം, എനിക്ക് അച്ഛനില്ല. അച്ഛനില്ലാത്തത് ക്രെഡിറ്റ് ആയിട്ട് കാണുന്നൊരുത്ത ഞാൻ ആദ്യമായിട്ട് കാണും. സാറേ, അതല്ല, എന്റെ അച്ഛനെ ആഫ്രിക്കയിലുള്ള ഒരു ഫിഗർ ആർട്ടിസ്റ്റ് കൊന്നു സാറേ. ആഫ്രിക്ക ഫിഗർ ആർട്ടിസ്റ്റാ? ആ, ജിറാഫ്. എങ്ങനെ ഫിഗർ ആർട്ടിസ്റ്റ് ആകൂടാ? സാറേ, നല്ല ആഴമുള്ള ഒരു പുഴ. ആ ജിറാഫ് ആണെങ്കിൽ കടുത്തറ്റം വെള്ളത്തിൽ ഇങ്ങനെ കിടന്നു. അച്ഛൻ അതുവഴി കുളിക്കാൻ പോയി പറഞ്ഞ് ഞാൻ മാനാണ്, ഇറങ്ങി വരാൻ പറഞ്ഞു. അച്ഛൻ ഇറങ്ങി, ജിറാഫ് പൊങ്ങി, അച്ഛൻ ഒഴുകി അങ്ങ് പോയി. അത്യാമെല്ലാം കിട്ടിയാടാ ഇവിടെ കൊണ്ടൊന്ന് ഒഴുക്കാൻ. നമ്മള് കുടുംബക്കാർ ചെന്നിട്ട് പറഞ്ഞ് ഒഴുക്കാൻ വല്ലതും വേണോന്ന്. അപ്പൊ അവര് ഓൾറെഡി അച്ഛൻ ഒഴുകി പോയല്ലോ, വേറെ എന്തെങ്കിലും എടുത്തോണ്ട് പോകാൻ പറഞ്ഞപ്പോ നമ്മൾ കുറച്ച് ആഫ്രിക്കൻ പായലുണ്ട്, വർക്കലയിൽ അങ്ങ് ഒഴുക്കി. അത് ശരി. അപ്പൊ നീ നിന്റെ കുടുംബക്കാരുമാണ് കേരളത്തിൽ മൊത്തം ആഫ്രിക്കൻ പായലാക്കിയത്. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു.
രുക്മിണി എന്താ മാധവേട്ടാ? എന്ത് പറ്റി? ആയിട്ട് അടിക്കണ്ട ഈ പുള്ളിക്കാരനെ. നിങ്ങൾ എന്തിനാ മാധവേട്ട ഇങ്ങനെ അടിക്കുന്നേ? ഗർഭിണി അയ്യോ അല്ല രുക്മിണി കേറിപ്പോടി വീട്ടിനകത്ത്. ഇത് എന്റെ വീട്, നിങ്ങൾ വീട്ടിൽ പോ. എനിക്ക് കെട്ടാനായിട്ട് ഇവിടെ അച്ഛനെ ഉറപ്പിച്ചു വെച്ചിരുന്ന പെണ്ണാ ഇവള്. അയ്യടിയേ, രുക്മിണി മാധവനുള്ളതാണെന്ന് ഈ ചേക്കിൽ ഓരോ മയിൽക്കുറ്റിക്ക് പോലും അറിയാം. എടാ മയിൽക്കുട്ടി എടാ ഇവളെ കെട്ടാനായിട്ട് നിനക്ക് എന്ത് യോഗ്യത ഉള്ളത്? ഇല്ലേ വേണ്ട, നീ ഭാരതത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്തടാ? അതെ, ഈ മാധവൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ടേ. ആളിങ്ങനെയൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിയാ. പിന്നെ ഇവന്റെ ബുദ്ധിയെ കുറിച്ച് നീ എന്റെ അടുത്ത് പറയണ്ട. ഇന്നലെ രാമയെ പിടിച്ചിട്ട് ഇപ്പൊ കൊന്നുവരാന്നും പറഞ്ഞ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ 1.5 മണിക്കൂർ മുക്കി പിടിച്ച മഹാനായി ഇവൻ. സാറേ അതെന്ന് വെച്ചാ ആമ തല അകത്തോട്ട് വലിച്ചുകൊണ്ടാണ് ചാവാത്തത്. ഞാനൊരു കാര്യം പറയാം, ഈ ചേക്കിൽ നിന്നെ ആരെങ്കിലും കെട്ടാൻ മോഹിച്ചാ അത് നടക്കില്ല. നിന്നെ കെട്ടാൻ പോകുന്ന ഈ ഞാനാ. ഓർത്തോ അല്ല ഗൈനക്കോളജ് ബോർഡല്ല. അയ്യോ എന്തൊരു മൂർച്ചയാടാ പറഞ്ഞ കൗണ്ടറിന്. അത് തലയിൽ പറ്റുപോയനെ. ഓട്ട് അങ്ങനെയെങ്കിലും എനിക്ക് അവളെ കിട്ടുമല്ലോ. ഇല്ല, ഇവളെന്റെ പെണ്ണ. ഞാനൊരു കാര്യം പറയാം, ഞാൻ കെട്ടാൻ പോണ ആളെ കുറിച്ച് എനിക്ക് കുറച്ച് കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അതെന്റെ മാധവേട്ടൻ നന്നായിട്ട് അറിയാം. ബോഡി കള്ളി എനിക്കൊന്നും അറിയത്തില്ല. ചുമ്മാ പറയാൻ കൂട്ടി. എന്തോ അതിന്റെ സങ്കല്പം? അതെ, എനിക്ക് ഈ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടം. Papi, vamos a la rumba. Toma, 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 mami, toma, 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 mami, toma, 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 mami, toma, toma, toma. അയ്യോ സിസ്റ്റോ കേറിയിരിക്കുന്നു. എടി വയറ് പൊട്ടിയ ചാള കിടന്ന് കാണിക്കുന്ന അക്രമം കണ്ടായി. 5 അക്ക ശമ്പളം, ആരും പേടിക്കുന്ന പോലീസർ. എന്തോ ചെയ്യാൻ പോണ്? ഞാൻ പുഴുവടിക്കാൻ നോക്കുന്ന പക്ഷേ ഒടുക്കത്തെ വയറ് സമ്മതിക്കുന്നില്ലെന്ന്. സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ തീയിട്ട് കറക്കട്ട തറച്ചൊക്കെ കണ്ടു. വേണ്ട. ഇനി എന്തുപോലെ എന്തെങ്കിലും പ്രാന്ത് നിനക്കൊണ്ടോടി? എനിക്ക് മിമിക്രിക്കാരെ ഭയങ്കര ഇഷ്ടാ. മിമിക്രി ഞാൻ ചെയ്യൂല്ലേ? അതെ ശരണം. അയ്യോ ഇപ്പം പാപ്പച്ചി പീഡിപ്പിച്ചേ. അയ്യോ പേടിപ്പിച്ചതേ ഉള്ളൂ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ പീഡിപ്പിച്ചോണ്ടോ ഞാൻ ഇതെല്ലായിടത്തും പറയും. ഞാൻ കെട്ടാൻ പോകുന്ന മണ്ണാടാ. കേട്ടോ, ഞാൻ ഒരു കാര്യം പറയാം, ഈ രുക്മിണി മാധവനുള്ളതാ. രുക്മിണിന്റെ കൈത്തൊരാൾ താലി കെട്ടാണെങ്കിൽ അത് ഈ മാധവൻ മാത്രമായിരിക്കും. ഈ കള്ളമാധവനാ? കള്ളനോ?